ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ മുടി വെട്ടാൻ പോവാണ്. എൻ്റെ അല്ല കേട്ടോ, ചേച്ചിൻ്റെയും ഉത്തരൻ്റെയും. അപ്പോൾ ശില്പ അവിടെ അമ്മനെയും അച്ഛനൊക്കെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുടി വെട്ടാനായിട്ട്. അവരെന്താ പറയണതെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും റെഡി ആയിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പോവാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്തിട്ട് പോണ വഴിയിൽ ഉത്തരനെയും വിളിച്ചിട്ട് വേണം പോവാൻ. എന്നിട്ട് ഇവർക്ക് ഹെയർ കട്ട് ചെയ്യണം പറയണോ, വീട്ടിൽ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. നോക്കി നോക്കാം. അവിടെ സോപ്പ് ഇടലാണ് അച്ഛനും അമ്മനെയും. നമുക്ക് നോക്കി നോക്കാം. പിന്നെ പറയണ്ട, തങ്കത്തിൽ പോയിട്ട് വരണം. ഞാൻ നോക്കില്ല അത്രയൊന്നും. വേണ്ട പറയമ്മ, എന്താ ചെയ്യ പറഞ്ഞു ഗൈസ്. അതിനർത്ഥം ഗൈസ് അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാലും ചീത്ത പറഞ്ഞിരിക്കുകയാണ്. അവളിനെയാണെങ്കിൽ മുടി വെട്ടണ്ട പറഞ്ഞിട്ട് ചീത്ത പറയുക, എന്നെ മുടി വെട്ട് പറഞ്ഞിട്ട് ചീത്ത പറയുക. കണ്ട, ഒരു സ്ഥിരതയില്ല ഗൈസ് ഇവർക്ക്. സമയം 6 മണിയായി. ഇപ്പൊ പോവാൻ നിൽക്കാട്ടാ. അമ്മ പറയണു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വൈകുന്നേരം കിടക്കുമ്പോൾ മുട്ടയടിച്ച് വിടുന്നു. അതന്നെ, അങ്ങനെ തന്നെ. പിന്നെ നേരെ ഇറങ്ങാ പോവാ. എവിടെ പോകണമെന്ന് കറക്റ്റായിട്ട് ഉറപ്പില്ല. വടനൂർ പോവോ അതോ കൊല്ലംകോട് പോകണമെന്ന്. എവിടെയാണെങ്കിലും പോവാം. പോയിട്ട് വരാൻ എന്തായാലും വൈകും തോന്നുന്നു, കാരണം ഇപ്പോഴേ ഇറങ്ങിയിട്ടില്ല. 6 മണിയായി. അപ്പം നമ്മൾ ഇറങ്ങാണ്. ശില്പയൊക്കെ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ആൾ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ, ഉത്തര. ഇനി പോണ വഴിക്ക് അവളിനെയും വിളിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നമുക്ക് ഇപ്പം ടൈം 6 മണിയായി. ഇനി എപ്പോൾ കഴിയുന്നൊന്നും അറിയില്ല. നോക്കാം. ബൈ. നോക്ക് ശില്പേ, ഗൈസ് ഇപ്പം നോക്ക്. ഇതാണ് ഇപ്പോഴത്തെ കോലം. ഇനി വെട്ടിക്കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തായിരിക്കും കാണാം. അലമ്പാവോ അതാ ശരിയാണെന്ന് അറിയില്ല. ഇപ്പൊ കറക്റ്റാണ്. ഇനി കേടുവരുത്താനോ എന്നൊരു സംശയം എന്നാണ് അച്ഛൻ പ്രഖ്യാപിക്കുന്നത്. ഗൈസ് അപ്പം നമ്മൾ കടയെത്തിയുണ്ട്. അവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ കടയിൽ എത്തിയപ്പോൾ അവിടെ ആളില്ല, വെട്ടുന്ന ആളില്ല. ഇനി നമുക്ക് നേരെ കൊല്ലംകോട് പോവാം. ബൈ. നമ്മളിപ്പോൾ വന്ന പാർലറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വേറൊരു പാർലറും കൂടി ഉണ്ട്. അപ്പം നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്താ സെറ്റപ്പ് നോക്കുക. എവിടെയാണെന്നൊന്നും അറിയില്ല. ഇവിടെ ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ്. മേളിലാണ് ഷോപ്പ്. നമുക്ക് മേളിൽ പോയി നോക്കാം. ആരും കാണാനില്ല കേട്ടോ അവിടെ ഒന്നും. അടിപൊളി. അത് അടച്ചിരിക്കുകയാണ്. വാ ഇറങ്ങിക്കോ മോളെ, ഇറങ്ങ്. നമ്മുടെ വടവനൊരു ഫുള്ള് ഷോക്കാണ്. ഇവിടുത്തെ കടകളൊന്നും തുറന്നിട്ടും ഇല്ല, ആളും ഇല്ല. അപ്പം നമുക്ക് നേരെ കൊല്ലംകോട് പോവാം. പെട്ടെന്ന് തന്നെ പോവാം. അവിടെ സമയമായി വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ തുറന്നുണ്ട്. പെട്ടെന്ന് പോവാം. അപ്പം നമ്മൾ കൊല്ലംകോട് എത്താറായിട്ടാ. ഇവർ രണ്ടുപേർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്നാൽ പുറത്ത് കാണിക്കണമില്ല. വീട്ടിലെന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് വീട്ടിലൊക്കെ ടെററാവും. പക്ഷെ നോക്കാം. പോയി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അതിൻ്റെ റിയാക്ഷൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുത്താം. കൊല്ലംകോട് ഈ കടയിൽ എത്തിയിട്ടുണ്ട്. മിറാക്കിൾ ടച്ച് എന്ന് പറഞ്ഞിട്ട് കയറി നോക്കാം. ഗൈസ് ഞങ്ങളൊക്കെ എത്തി നിൽക്കുന്നുണ്ട് മിറാക്കിൾ ടച്ചിൽ. എന്തായാലും ഇരിക്കട്ടെ, ഇരിക്കുക. ഓക്കെ, ഇവിടെ നിൽക്കാണ് പോകുന്നത്. വീടിൻ്റെയൊക്കെ വെട്ടല് ഇവർക്കൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടാ. വീട്ടിൽ പോയിട്ട് ബാക്കി ടെൻഷൻ. ഗൈസ് ഇവരൊക്കെ പൊസിഷനിലെത്തി. ഉത്തരനെ എത്തിയുണ്ട്. ഉത്തര അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെട്ടി കഴിഞ്ഞിട്ട് നോക്കാം. രണ്ടേന്റെയും മുടിവെട്ടി കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട്. വീടിൻ്റെ വെട്ടി കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഇതാണ്. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഈ ഷോപ്പിലാട്ടോ നമ്മൾ വന്നത്. മിറാക്കിൾ ടച്ച് എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ വെട്ടലൊക്കെ കഴിഞ്ഞു. ഇരുട്ടായി 7 മണിയാവാറായി. ഇനി നമുക്ക് നേരെ പോവാം വീട്ടിലേക്ക്. വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ എക്സ്പ്രഷൻ എന്താണെന്നാണ് ഇനി മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ പോണ വഴിക്ക് ഒരു ബജ്ജി കടയിൽ നിർത്തിയിട്ടുണ്ട്.
ആ ശില്പന്റെ വെട്ടലും കൊണ്ട് വീടെത്തിയിട്ടുണ്ട്. എന്താ അമ്മ അഭിപ്രായം? കുഴപ്പമില്ല എന്നാണ്, പോസിറ്റീവ് ആണ്. ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല, അത്രയൊന്നും വെട്ടിയില്ല, തിരിഞ്ഞ് വെട്ടിയുള്ളൂ. വെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അല്ല ഒരുപാട് വെട്ടിയില്ല, കുറച്ച് തന്നെ. മുത്തന്റെ ഇത്രയ്ക്ക് കുറെ വെട്ടണമെന്നാണ് അവര്, പക്ഷെ കുറച്ച് വെട്ടിയുള്ളൂ. പിന്നെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഗൈസ്. അവള് വെട്ടിയപ്പോ എത്ര മതിയാ ചോദിച്ചപ്പോ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇൻട്രോവേർട്ട് ആണ്, എന്താ ചെയ്യാ. വീന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീ വെട്ടി താഴെ മാത്രം കുറച്ചിങ്ങനെ വെട്ടി ലെയർ ആക്കി എന്നിട്ട് കാണിച്ചു കൊടുത്തു അവൾക്ക്. അമ്മ വി കട്ടാണ്, വി കട്ട്. ഇത് പറഞ്ഞു ശില്പയ്ക്ക് ലെയർ പറ്റില്ലാന്ന്. അപ്പൊ അവള് പോയിട്ട് വി പറഞ്ഞിരിക്കുക. വി എന്ന് പറഞ്ഞല്ല, അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞാണ് വി വെട്ടിയാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ വി പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു. ഇതാണ് ഗൈസ് വെട്ട്, നല്ല വട്ട് പോലെ ഉണ്ട് വെട്ട് ഗൈസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഹെയർ കട്ട് വീഡിയോ. വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ഇപ്പൊ ഇങ്ങനെ നിക്കുള്ളൂ. നാളെ വെള്ളം നനച്ചു കഴിഞ്ഞാൽ എന്താവുന്ന അവസ്ഥ ഒന്നും അറിയില്ല കേട്ടാ. ബാക്കി നാളെ ഹെയർ ആയതുകൊണ്ട് കുറച്ച് ബാക്കി നാളെ പിന്നെ ഒത്തിരിയും അത്യാവശ്യം നല്ല കുറച്ചൊക്കെ തന്നെ വെട്ടിയിട്ടുള്ളൂ. വെട്ടിക്കേണ്ട അവിടെ പോയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ കട്ടിങ് വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.